മാട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞ സ്ഥിതിക്ക് മാട്രിക്സിന്റെ ഏട്ടനായിട്ട് വരുന്ന ഡിറ്റർമിനൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതായത് മാട്രിക്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻസ് കുറച്ച് എളുപ്പമായിരിക്കും, കുറച്ച് മാത്രം. ഇത് ഡിറ്റർമിനന്റ് കാണാൻ ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്ലീസ് വാച്ച് എൻഡ്. ഓക്കെ, സോ എന്താണ് ഡിറ്റർമിനന്റ് എന്നില്ല, ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി തന്നെ ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഈ ഒരു 2x2 മെട്രിക്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു 2x2 എലിമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കാണാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്, അത് മാത്രം ചെയ്താൽ മതി. അതായത് 2 × 2 മൈനസ് 4 × -1, അതായത് 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 മൈനസ് -4 എന്തായിരിക്കും? 4 + 4 = 8. ഓക്കെ, ഇങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാണാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എങ്ങനെയായിരിക്കും അപ്പോൾ 3x3 ആയിട്ടുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ എന്നുള്ളത്. അതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണ്, ഇത് 3x3 മെട്രിക്സ് ആണ്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം പ്ലസ് മൈനസ് പിന്നെ പ്ലസ്, ആദ്യം പ്ലസ് മൈനസ് പ്ലസ്. അതായത് ആദ്യം 1 × ഇതിന്റെ മുന്നിൽ എന്താണ്? പ്ലസ് സൈനാണ്. 1 × ഈ റോയും ഈ കോളും, ഈ റോയും ഈ കോളും ഒഴിവാക്കുക, ഈ എലമെന്റ് എടുത്ത റോയും കോളും ഒഴിവാക്കുക. ബാക്കി എന്താ? 3 × 0 0 മൈനസ് 0 × 1 0 പ്ലസ് കഴിഞ്ഞ് ഇനി എന്താ? -2. ഇനി ഈ റോയും ഈ കോളും ഒഴിവാക്കുക, ബാക്കി -1 × 0 0 മൈനസ് 0 × 4 0. ഇനി പ്ലസ്, ഇനി പ്ലസ് 4 × ഈ റോയും ഈ കോളും ഒഴിവാക്കുക, ബാലൻസ് ഉള്ളത് -1 × 1 -1 -12. ഓക്കെ, അപ്പൊ 0 -0 + 4 × -1 -12 = 4 × -1 -12 എന്ന് പറയുന്നത് -30. -30 എന്ന് പറയുന്നത് എത്ര? 4 × -30 എന്ന് പറയുന്നത് -52. ഇങ്ങനെയാണ് ഒരു 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാം. പ്ലസ് മൈനസ് പ്ലസ്, അത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. പ്ലസ് മൈനസ് പ്ലസ്, ആദ്യം പ്ലസ് വന്നു, പിന്നെ മൈനസ് വന്നു, പിന്നെ പ്ലസ് വന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ഇത് വെച്ചിട്ട് ഈ ഡിറ്റർമിനന്റ് അറിയാമെന്നുള്ളത് വെച്ചിട്ട് വാല്യൂ ഓഫ് എക്സിന്റെ വാല്യൂ കാണാനാണ് പറയുന്നത്. അതെന്ത് ചെയ്യാ? 3 × 1 3 മൈനസ് x × x x² = 3 × 1 3 മൈനസ് 2 × 4 8. അപ്പൊ 3 - x² = 3 - 8 എന്ന് പറയുന്നത് -5. അപ്പൊ -5 ഞാൻ ഇങ്ങോട്ട് എടുക്കണതാണെന്നുണ്ടെങ്കിൽ 3 + 5 = ഈ -x² ഇങ്ങോട്ട് എടുക്കുമ്പോൾ x². 8 = x², x എന്താകും? √8. √8 എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ നിർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ √8 എന്താണ്? 2 4 2 2 2 1 2 × 2 2√2, അതായത് 2√2 എന്നും എനിക്ക് പറയാം. ഓക്കെ, ഇതാണ്, ഇങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാണാം. ബാക്കിയൊക്കെ നിങ്ങൾ കുറെ ടെക്സ്റ്റിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ ഇടണം. എന്തെങ്കിലും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം കൂടുതൽ പറഞ്ഞ് വഷളാക്കണ്ട, ഇത് എളുപ്പമാണ് എന്നുള്ള നിലക്കാണ് ഞാൻ ഇത്രമാത്രം പറയുന്നത്. സോ ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. എന്താണ്? ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് റിമെയിൻസ് അൺചേഞ്ച്, ചേഞ്ച് ആവുന്നില്ല ഇഫ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ് ആർ ഇന്റർചേഞ്ച്. അതായത് ഒരു ഡിറ്റർമിനന്റ്, സപ്പോസ് ഒരു 2x2 മെട്രിക്സിന്റെ A11 A12 A21 A22 എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനന്റ് സപ്പോസ് 1 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇതിന്റെ ഡിറ്റർമിനന്റ് ചെയ്തപ്പോൾ 1 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇതിന്റെ റോയും ഇതിന്റെ കോളും ഞാൻ ഇന്റർചേഞ്ച് ചെയ്തു. അതായത് റോ എടുത്ത് കോളത്തിൽ എഴുതി, അതായത് A11 A12 A21 A22 ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും കിട്ടാൻ പോകുന്ന ഡിറ്റർമിനന്റ് 1 തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് ഡിറ്റർമിനന്റ് 2 - 3 5 6 0 5 4 1 5 - 7. വെരിഫൈ ദ പ്രോപ്പർട്ടി 1. പ്രോപ്പർട്ടി എന്താണ്? ഇതിന്റെ ആദ്യം ഈ ഒരു ഡിറ്റർമിനന്റ് കാണാം. ഡിറ്റർമിനന്റ് = പ്ലസ്
മൈനസ് പ്ലസ് എന്നാണ്. അതായത് 2 ഇൻറ്റു ഈ റോയും ഈ കോളും വിട്ടുക. ബാക്കി 0 ഇൻറ്റു -7 0 മൈനസ് 20 പ്ലസ് കഴിഞ്ഞ് -3 ഇൻറ്റു -3 ഇൻറ്റു എന്താണ് ഈ റോയും ഈ കോളും കിട്ടുമ്പോൾ 6 7s are 42 -42 -4 പ്ലസ് മൈനസ് കഴിഞ്ഞ് ഇനി പ്ലസ് 5 ഇൻറ്റു റോയും കോളും വെട്ടി 6 5s are 30 -0. അപ്പം 2 ഇൻറ്റു -20 -3 ഇൻറ്റു -3 എന്താണ് +3 തന്നെ ആവും. അപ്പം +3 ഇൻറ്റു -42 -4 എന്ന് പറയുന്നത് ആഡ് ചെയ്യും -46 +5 ഇൻറ്റു 30. അപ്പൊ 2 ഇൻറ്റു -20 എന്ന് പറയുന്നത് -40, 3 ഇൻറ്റു 46 എന്ന് പറയുന്നത് 46 -138 +150. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ -28 ആണ്. അപ്പൊ ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കിട്ടി. ഇനി ഇതിന്റെ റോ ഒക്കെ കോളം ഒക്കെ റോ ആക്കി കിട്ടുന്ന മെട്രിക്സിന്റെ ആൻസറും ഡിറ്റർമിനന്റും എന്താണ് -28 എന്ന് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഡെൽ ഡാഷ് എന്ന് പറയുന്നത് സപ്പോസ് റോ ഒക്കെ കോളാക്കുമ്പം 2 -3 5 6 0 4 1 5 7 ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാം. 2 ഇൻറ്റു 0 -20 ഈ പ്ലസ് കഴിഞ്ഞു. ഇനി പിന്നെന്താ -6 ഇൻറ്റു -21 -20 പ്ലസ് 1 ഇൻറ്റു -12 -0 ഈക്വൽ ടു 2 ഇൻറ്റു -20 -6 ഇൻറ്റു -21ഉം -20 ചെയ്യുമ്പോൾ അങ്ങനെ വരാ 25 ആണ് ഇവിടെ വരിക അല്ലേ. 25 ആണ് ഇവിടെ വരിക. അപ്പം -4 പ്ലസ് 1 ഇൻറ്റു -12 അപ്പൊ 2 ഇൻറ്റു -20 എന്ന് പറയുന്നത് -40 -6 ഇൻറ്റു -4 എന്ന് പറയുന്നത് -24 അപ്പൊ +24 -12. അപ്പൊ എന്താണ് ആൻസർ വരിക -60 -12 -28. ഓക്കെ, ഇതാണ് ആൻസർ. ഇതെന്താണ് ഡെല്ലും ഡെൽ ഡാഷിന്റെയും എന്താണ് ഡിറ്റർമിനന്റ് എന്താണ് സെയിം ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തോ അതിന്റെ റോയും കോളും ഇന്റർചേഞ്ച് ചെയ്താലും കിട്ടുന്ന ഡിറ്റർമിനന്റ് സെയിം ആയിരിക്കും. ഇനി രണ്ടാമത്തെ എന്താണ് ഇഫ് എനി 2 റോ ഓർ കോളം ഓഫ് ആൻ ഡിറ്റർമിനന്റ് ആർ ഇന്റർചേഞ്ച്ഡ്. ഏതെങ്കിലും ഒരു റോയും കോളും, നേരത്തെ എല്ലാ റോയും കോളും ചേഞ്ച് ചെയ്ത് ഇത് ഏതെങ്കിലും ഒരു റോയും കോളും ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ എന്താണ് സൈൻ എന്താണ് ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, സപ്പോസ് ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഇവിടെ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിറ്റർമിനന്റ് എന്താണ്. ഇത് നേരത്തെ ചെയ്ത അതേ കണക്കാണ്. എന്താണ് ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് മുകളിൽ കിട്ടിയതാണ്. എന്താണ് -28 ആണ് ചെയ്തതാണ്. അപ്പൊ -28 ആണ് ഈ ഡിറ്റർമിനന്റ് വരിക. ഇവിടെ ഞാൻ തൽക്കാലം എന്താണ് ഇവിടെ താഴത്തുള്ള റോയും കോളും മാത്രം മാറ്റുന്നു എന്ന് വിചാരിക്കുക. അതായത് 604ഉം 15 -7ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നു. അതായത് ഡെൽറ്റ ഡാഷ് എന്ന് പറയുന്നത് 2 -3 5 604നെ ഞാൻ താഴത്ത് എഴുതി 604 1 5 -7നെ മുകളിൽ എഴുതി. അങ്ങനെ കിട്ടുന്ന ഡിറ്റർമിനന്റ് ഇനി എന്തായിരിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഡിറ്റർമിനന്റ് ഡെൽറ്റ ഡാഷ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 ഇൻറ്റു 4 20 -0 -3 ഇൻറ്റു 4 -6 4 6 7 6 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ -42 പ്ലസ് മൈനസ് പ്ലസ് 5 ഇൻറ്റു 0 -30. അപ്പോൾ 2 ഇൻറ്റു 20 പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് 42 46 പ്ലസ് 5 ഇൻറ്റു -30. അപ്പോൾ 2 ഇൻറ്റു 20 40 പ്ലസ് 3 ഇൻറ്റു 46 138 പ്ലസ് 5 ഇൻറ്റു 30 -150. അപ്പോൾ എന്താണ് കിട്ടുക 178 -150 എന്ന് പറയുന്നത് 28. കണ്ടോ, ഇതിന്റെ സൈനിൽ മാത്രമേ ഇവിടെ ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇതാണ് പ്രോപ്പർട്ടി നമ്പർ 2. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഇഫ് എനി ടു റോസ് ഓഫ് എ ഡിറ്റർമിനന്റ് ആർ ഐഡന്റിക്കൽ then the values of determinant 0. അതായത് ഏതെങ്കിലും ഒരു മെട്രിക്സിന്റെ എന്താണ് ഡിറ്റർമിനന്റ് കാണാൻ പറയുമ്പോൾ അതിന് മുന്നേ എന്താണ് ഏതെങ്കിലും റോയോ അല്ലെങ്കിൽ കോളമോ സെയിം ആണ് എന്നുണ്ടെങ്കിൽ ആ വാല്യൂ എന്താണ് കണ്ണും പൂട്ടി എഴുതാം 0 ആയിരിക്കും. അപ്പം ഈ മെട്രിക്സ് നോക്ക്, വേണമെങ്കിൽ എനിക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ അതായത് 3 2 3 3 2 3 ഇവിടെ എന്താ ഈ രണ്ട് റോയും R1ഉം R2 എന്താണ് സെയിം ആണ്, R1 ഈക്വൽ ടു R2. അതുകൊണ്ട് ഡിറ്റർമിനന്റ് ഡെൽറ്റ എന്ന് പറയുന്നത് 0 ആണെന്നുള്ളത് എനിക്ക് കണ്ണും കുട്ടിയും പറയാം. പക്ഷെ നിങ്ങൾക്കും വേണ്ടി ഇത് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ് 3 into 2 into 3 6 minus 6 minus 2 into 6 minus 9 plus minus plus 3 into 4 minus 6. അപ്പൊ എന്താണ് 3 into 0 minus 2 into minus 3 plus 3 into minus 2 equal to 0 minus 3 into minus 6 plus 6 ആവും. അപ്പോൾ ഇവിടെ minus 6, അപ്പൊ എന്താ 0 എന്നാണ് ആൻസർ വരും. ഓക്കെ, ഏതെങ്കിലും ഒരു മെട്രിക്സിന്റെ റോയോ കോളമോ, അത് റോ ഇതിലിപ്പോ റോ ആണ് എന്താണ് സെയിം ആയിട്ടുള്ള, അപ്പൊ ഈ റോ അല്ലെങ്കിൽ കോളം ഏതെങ്കിലും ഒന്ന് സെയിം ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. സോ അടുത്ത പ്രോപ്പർട്ടി എന്താണ്, ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് റോ ഓഫ് എ ഡിറ്റർമിനന്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ കോൺസ്റ്റന്റ് k. ഏതെങ്കിലും ഒരു മെട്രിക്സിന്റെ റോയോ കോളമോ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായാലും എന്തായിരിക്കും ആ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ ഈ ഒരു വലിയ നമ്പർ നോക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം, ഇതിലുള്ള ഏതോ ഒരു റോന്റെയോ കോളത്തിന്റെയോ എന്താണ് മൾട്ടിപ്പിൾസ് ആണ് 102 18 36 എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ തന്നെ ചിന്തിച്ചാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. 3 into 6 ആണ് 8, 6 into 6 ആണ് 36. അപ്പൊ 6 into എന്തോ ആണ് എന്ത് 102 എന്താണ് 102 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ 1642 17 into 6 ആണ് എന്ത് 17 into 6 ആണ് എന്ത് 102. അപ്പൊ അങ്ങനെ ഈ ഒരു ഫസ്റ്റത്തെ റോനെ നമ്മൾ പിരിച്ചെഴുതാണ് എന്നുണ്ടെങ്കിൽ 17 into 6 3 into 6 6 into 6 1 3 4 17 3 6. അപ്പം ഇവിടെ എന്താണ് ഈ കോൺസ്റ്റന്റ്, ഇതൊക്കെ എന്താണ് ഒരു കോൺസ്റ്റന്റ് ആണ്. 6 എന്താണ് ഈ റോയിലുള്ള 6 എന്താണ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ 6നെ നമ്മൾ എന്താക്കുക ഈ ഡിറ്റർമിനന്റിന്റെ പുറത്തേക്ക് എടുക്കുക. അപ്പം 17 3 6 1 3 4 17 3 6. ഇതിന്ന് നിങ്ങൾക്ക് കണ്ണും പൂട്ടിയും പറയാം എന്താണ് ഈ റോയും സെയിം ആയതുകൊണ്ട് ഇതിന് ഡിറ്റർമിനന്റ് കാണാൻ നിൽക്കണ്ട, 0 ആണ് ആൻസർ വരാം. 0 ആണ് ആൻസർ വരാം. ഓക്കെ. സോ ഏതെങ്കിലും ഒരു മെട്രിക്സിന്റെ ഇതാണ് A B C, ഇതിലേതെങ്കിലും റോയോ കോളമോ എന്താണ് A plus 2x, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. B plus 2y ഇനി C plus 2z x y z. ഓക്കെ, അതായത് ഇവിടെ എന്താണ് ഈ ഒരു പോർഷൻ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഇതെന്താണ് എന്തോ ഒന്നിന്റെ മൾട്ടിപ്പിൾസ് ആണ്. എന്നാൽ ഇവിടെ എന്താണ് ഈ ഒരു പോർഷന്റെ അതേപോലെ A B C എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താക്കുക ഇത് രണ്ടായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാനാണ്, എന്നിട്ട് സോൾവ് ചെയ്യാനാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. അപ്പം ഇതൊന്ന് രണ്ടാക്കി ഏതാണ് എന്നുണ്ടെങ്കിൽ ABC, ഇവിടെ ABC x y z. അപ്പൊ ഞാൻ ഇവിടെ ഈ 2x 2y 2z എവിടെ എഴുതും, ഇവിടെ തന്നെ എഴുതും ABC 2x 2y 2z x y z. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പം
ഇവിടെ എന്താണ്, ഇവിടെ ഈ 2 എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഈ 2നെ പുറത്തെടുത്ത് XYZ വേറെ വേറെ എഴുതി വേണമെങ്കിൽ ചെയ്യാം. അതിനു മുന്നേ ഈ ഒരു ടേമിൽ എ ബി സി സെയിം ആയതുകൊണ്ട് ഈ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താണ്, 0 ആയിരിക്കും. അപ്പൊ ഇത് 0 ആയി മാറും. ഇവിടെ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തും. അപ്പം 0 പ്ലസ് ഇവിടെ 2നെ ഞാൻ പുറത്തെടുക്കും. 2 into ABC XYZ. ഇവിടെയും ഈ റോയും സെയിം ആണ്. അപ്പം 0 plus 2 into 0 ആണ് ആൻസർ വരാം. ഓക്കെ ഇനി എന്താണ്, ഇത് ജസ്റ്റ് പ്രൂഫ് ചെയ്യാനാണ്. ഇതൊരു പ്രൂഫാണ്. ഒന്നുമില്ല, ഇവിടെ എലമെന്ററി പരിപാടികൾ, നമ്മൾ മാട്രിക്സിൽ പഠിച്ച എലമെന്ററി പോർഷൻ ഒക്കെ ചെയ്ത് ഇതൊന്ന് കുട്ടപ്പനാക്കി 4ABC എന്ന് കാണുക എന്നുള്ളതാണ്. ഞാനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് തരാം. പിന്നെ ഡിറ്റർമിനന്റ് നിങ്ങൾ കണ്ടിട്ട് ഈ 4ABC എന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് കമന്റ് പറയാം. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ R1നെ ഇന്റർചേഞ്ച് ചെയ്യുക. എങ്ങനെ, R1 മൈനസ് R2 മൈനസ് R3. R1നെ R1 മൈനസ് R2 മൈനസ് R3 ആക്കി മാറ്റുമ്പോൾ R1ൽ മാത്രം ചേഞ്ച് വരും. B പ്ലസ് C മൈനസ് B മൈനസ് C എന്ന് പറയുന്നത് എന്താ, B പ്ലസ് C മൈനസ് B മൈനസ് C എന്ന് പറയുന്നത് എന്താ, A മൈനസ് C പ്ലസ് A മൈനസ് C, A മൈനസ് B മൈനസ് A പ്ലസ് B എന്ന് പറയുന്നത് എന്താ. ബാക്കിയൊക്കെ അതേപോലെ B C പ്ലസ് A B C C A പ്ലസ് B. ഇവിടെ എന്താവും, ഈ ഡിറ്റർമിനന്റ് എന്താവും, അല്ലെങ്കിൽ ഈ ഒരു ഇതിലുള്ള എലമെന്റ്സ് ഒക്കെ ബിയും കട്ട് ചെയ്തും സിയും കട്ട് ചെയ്തും ഇവിടെ 0 വരും. എയും കട്ട് ചെയ്യല്ല, എയും എന്താണ് 2A. ഇവിടെ എന്താണ് മൈനസ് ഇത് ഫുള്ള് മൈനസ് ആണ്. അപ്പൊ എന്താണ് A മൈനസ് A വരും. അപ്പം മൈനസ് 2C എന്ന് വരും. അതേപോലെ A മൈനസ് B മൈനസ് A പ്ലസ് B എന്നാണ്. അപ്പൊ എന്താണ് ഇവിടെ മൈനസ് 2B എന്ന് വരും. 0 മൈനസ് 2C മൈനസ് 2B, 0 മൈനസ് 2C മൈനസ് 2B. പിന്നെന്താണ് BC പ്ലസ് AB, BC പ്ലസ് AB, BC പ്ലസ് AB, CC A പ്ലസ് B. ഇതാണ് എലമെന്റ്സ്. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാം, എന്നിട്ട് അത് 4ABC എന്ന് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പം ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ബൈ.